അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്ത ഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുൽഹിജ്ജ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മളിലേക്ക് അടുത്തു വന്നിരിക്കുന്നത്. ഹജ്ജിൻ്റെ നാളെ മക്കത്ത് അറഫയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ പുണ്യഭൂമിയിൽ ചെന്ന് ഹജ്ജിന് വേണ്ടി അറഫയിൽ സംഗമിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ആ പുണ്യമായ മക്കയുടെ സവിശേഷതകൾ ഖുർആനിലും ഹദീസിലും ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിലും വളരെ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല ആ പ്രദേശം എല്ലാ ആളുകൾക്കും പരിചയപ്പെടുത്തിയത് കഅബയുടെ പേരിലാണ്. ഇന്ന അവ്വല ബൈത്തിൻ വദിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ. ആ അനുഗ്രഹീതമായ മക്ക, ആ മക്കയിലാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യർക്ക് ആദ്യമായി ഒരു ഭവനം നിർമ്മിക്കപ്പെട്ടത്. ആ ഭവനം അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ആ മണ്ണിനെ ആഗ്രഹിക്കുന്നത്. വഹുദല്ലിൽ ആലമീൻ എന്ന് അള്ളാഹു പറയുകയും ചെയ്തു. ലോകർക്ക് അത് സന്മാർഗവുമാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം. അവിടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, അഥവാ മഖാമു ഇബ്രാഹിമുണ്ട്. അത് വലിയൊരു ദൃഷ്ടാന്തമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തി തരികയാണ്. വമൻ ദഖലഹു കാന ആമിന. ആ നാട്ടിൽ, ആ പ്രദേശത്ത്, ആ വീട്ടിൻ്റെ പരിസരത്ത് ആര് പ്രവേശിച്ചോ അവൻ നിർഭയന, അവന് പേടിയില്ല, അവന് പ്രയാസമില്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ നാടിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എത്തിപ്പെടാനും താമസിക്കാനും ഇബാദത്തുകളിൽ മുഴുകാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. പുണ്യ റസൂലുള്ളാഹി തങ്ങൾ ആ ഭൂമിയെക്കുറിച്ച് പറഞ്ഞെന്താ? വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാ സത്യം. ലഖൈറു അർളില്ലാ. ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല നാടാണ്. വഹബ്ബു അർളില്ലാഹി ഇലയ്യ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട നാടാണ്. വലൗല അന്നീ. തീർച്ചയായും എന്നെ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിൽ മാഹറജിത്തു, ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോവുകയില്ല. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ നാടിനോട് എനിക്ക് വിട പറയാൻ ആഗ്രഹമുണ്ടായിട്ടല്ല ഞാൻ ഈ ഹിജറൻ്റെ സമയത്ത് ഞാൻ ഇവിടുന്ന് വിട്ടുപോകുന്നത്. എനിക്ക് ഇഷ്ടമുണ്ടായത് കൊണ്ടല്ല, എനിക്ക് ഈ നാട്ടിൽ താമസിക്കാനാണ് എനിക്കാഗ്രഹം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞെന്താ? മാലൽ അർളി ബൽദത്തുൻ യർഫഇല്ലാഹു തആല ഫിഹാ ലസനത്തുൽ വാഹിദ ബിമിഅതി അൽഫിൻ അസന ഇല്ലാ മക്ക. ഏതൊരു നാടിനാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേകത? ഒരു നന്മ ചെയ്താൽ 1,00,000 നന്മയുടെ കൂലി കിട്ടുന്ന, ആ ഒരു നന്മ 1,00,000 ഉയർത്തുന്ന ഒരു നാട്. ആ നാടാണ് മക്ക. അത് മക്കയില്ലാതെ വേറേതാ? ആ നാട്ടിൽ ഒരു നിസ്കാരം, ആ മക്കത്ത് ഹറമിൽ ഒരു നിസ്കാരം നിർവഹിച്ചാൽ, അവിടെ ഒരു നോമ്പനുഷ്ഠിച്ചാൽ, അവിടെ ഒരു ദിർഹം സദഖ കൊടുത്താൽ, അവിടെ ഒരു പ്രാവശ്യം ഖത്ം തീർത്താൽ, അവിടെ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ ഒക്കെ ലക്ഷങ്ങളാക്കൂലി. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു നിസ്കാരത്തിന്
ഒരു നിസ്കാരം നിർവഹിച്ചാൽ 1,00,000 നിസ്കരിച്ചത്. ഒരു നോമ്പെടുത്താൽ 1,00,000 നോമ്പെടുത്ത കൂലി. ഒരു ദിർഹം ധർമ്മം കൊടുത്താൽ 1,00,000 ദിർഹം കൊടുത്ത 1,00,000 ദിർഹം സ്വതക്ക ചെയ്ത കൂലി. ഒരു പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്താൽ 1,00,000 ഖത്മുകൾ തീർത്ത കൂലി. ഒരു തസ്ബീഹ് ചൊല്ലിയാൽ 1,00,000 തസ്ബീഹ് ചൊല്ലിയ കൂലി. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ പുണ്യമായ നാട്, ആ നാടിൻ്റെ വലിയ ഐശ്വര്യമായി ഇസ്ലാമിക സമൂഹത്തിന് അല്ലെങ്കിൽ ലോകർക്ക് വഴികാട്ടിയായി വിശുദ്ധ കഅബാലയം അവിടെ നിലകൊള്ളുന്നു. അവിടെ ജനങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ തവാഫ് എന്ന് നിന്നോ ഹജ്ജെന്ന് നിന്നോ അന്ന് അന്ത്യനാളായിരിക്കും. അള്ളാഹു അതിൻ്റെ മരണപ്പെട്ടു പോകാൻ തൗഫീഖ് നൽകട്ടെ. ആ നാടിൻ്റെ ഒരു ഐശ്വര്യത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം മക്കാമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയം നിർമ്മിക്കുമ്പോൾ കയറി നിന്ന ആ കല്ല് അതവിടെ പ്രത്യേകമായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇബ്രാഹിം മക്ക. ومن صلى خلف المقام ركعتين غفر له ما تقدم من ذنبه. ആരെങ്കിലും അതിൻ്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ സകലമാന ദോഷങ്ങളും വിട്ടുപുറത്തു. വഅതാമിനൽ ഹസനാതി ബിഅദി കുല്ലി മൻ സല്ല ഖൽഫഹു അദ്അഫ. അതിൻ്റെ പിന്നിൽ നിസ്കരിച്ച ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഒരു കൂലി, ഒരു നന്മ ആ നിസ്കരിച്ച ആൾക്ക്. അതിൻ്റെ എണ്ണം അനുസരിച്ച്, അതിൻ്റെ പിന്നിൽ എത്ര ആൾ നിസ്കരിച്ചു അവരുടെയൊക്കെ എണ്ണം അനുസരിച്ചൊരു കൂലി കിട്ടുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വഅമിനല്ലാഹു തആല യൗമൽ ഖിയാമത്തി മിനൽ ഫസഇ അക്ബർ. ആ വലിയ പേടിയിൽ നിന്ന്, ആ വലിയ ഒരു പ്രയാസത്തിൽ നിന്ന്, അന്ത്യനാളിൻ്റെ ആ ദുരിതങ്ങളിൽ നിന്ന് അവനിക്ക് അള്ളാഹു നിർഭയം കൊടുക്കും. വഅമറല്ലാഹു അസ്സ വജല്ല ജിബ്രീല വമികായില. ജിബ്രീൽ അലൈഹിസ്സലാമിനോടും മീകായിൽ അലൈഹിസ്സലാമിനോടും അള്ളാഹു കൽപ്പിക്കും. വജമിഅൽ മലായിക, മുഴുവൻ മലക്കുകളിലും അള്ളാഹു കൽപ്പിക്കും. അൻ യസ്തഗ്ഫിറൂ ലഹു ഇലാ യൗമിൽ ഖിയാമ. ഈ ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ നിസ്കരിച്ച ആൾക്ക് അന്ത്യനാൾ വരെ നീ പുറത്തു കൊടുക്കണേ, നീ അവർക്ക് പൊറുക്കലിനെ തേടാൻ വേണ്ടിയിട്ട് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മീകായിൽ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കും എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്ര കൂലിയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെയുള്ള നന്മകളൊക്കെ നമുക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ ആഗ്രഹം നമുക്കുണ്ടാവട്ടെ. നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ കർമ്മങ്ങളൊക്കെ റാഹത്തായിട്ട് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.